ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ട് ഇതെന്താ ഇൻട്രോ തന്നെ ഒരു ജ്വല്ലറിയിലൊക്കെ ഉള്ള ബ്ലോഗ്. ഇത് നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഒരു ചെയിൻ വാങ്ങാൻ വേണ്ടി ഇപ്പോൾ ഇതാണ്. അപ്പോൾ കൊടുക്കുന്ന ആളെയും വാങ്ങുന്ന ആളെയും നമുക്ക് കാണാം. അങ്ങനെ ഇതാ മൂസിയും ഞാനും ഷാഫിയാണ് പോയിട്ടുള്ളത്. മൂസി ഇതാ ഓരോരോ ചെയിൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഓരോരോ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള ഓരോരോ സിമ്പിളായിട്ടുള്ള വളകളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ അതും നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വാങ്ങുന്ന ആളിതാ, ഇനി കൊടുക്കുന്ന ആളെ നമുക്ക് കാണാം. അത് നല്ല രസമുണ്ട്. ഇതെടുക്കല്ലേ? ഇത് രസമുണ്ട്. ഇതെടുത്താലോ? ഇതെത്ര റേറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ നമുക്ക്. ജലീൽ ഖാൻ്റെ കാര്യം പോക്കാണ്. ജലീലെ ഇനി പൈസ ഉണ്ടാക്കി വെച്ചോളൂ. അങ്ങനത്തെ നമ്മൾ ഓരോന്നോരോന്നിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരുപാടെണ്ണം ഉള്ളതുകൊണ്ട് ഏത് വേണം എന്നുള്ള കൺഫ്യൂഷനായി. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ. എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ അതിൻ്റെ ഇടയിൽ ഇതാ മൂസിക്ക് കമ്മലൊക്കെ ഇഷ്ടപ്പെട്ടു വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ തുടർന്ന് നോക്കിക്കോ. അതിൻ്റെ ഒരു കോഫിയൊക്കെ കുടിച്ചു. ഒരിക്കലും ചെയിൻ വാങ്ങുന്നു വിചാരിക്കട്ടെ അല്ലേ? ഉറക്കത്ത് പോലെ ഓള് വിചാരിക്കും. ഓളിങ്ങനെ പറയലുണ്ടോ ഒക്കെ ചെയ്യുന്ന. കഴിഞ്ഞ കൊല്ലം ഗൈസ് 2 ദിവസം ഷാഫിക്ക് ഫുഡില്ലായിരുന്നു. ഫുൾ അടിയായിരുന്നു ബർത്ത്ഡേ വന്നിട്ട്. അതിനെ കൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ഭയങ്കര ഗ്രാൻഡായിട്ട് തന്നെ ഒക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ചെയിൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ? ഓളൊരിക്കലും വിചാരിക്കില്ലാലോ. ഇനി സർപ്രൈസ് ആണ്. ചിന്ന സർപ്രൈസ് ആവുന്നത് നമുക്കൊന്ന് കാണാം. എന്തായാലും ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ലേ? ഓക്കെ, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓളായിടണം. അതാണ് ഞങ്ങളൊന്ന് തീരുമാനം. ഈ കണ്ണാടി നോക്കിയിട്ട് ഷാഫിന് നല്ല രസമുണ്ടെന്ന് പറയുന്നത്. ഈ കണ്ണാടി കൂടി വാങ്ങാനുള്ള പ്ലാനുണ്ട്. അങ്ങനത്തെ ഇതാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ അതാ നമുക്ക് അവിടെ നിന്ന് ഒരു കൂപ്പണൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓണത്തിൻ്റെ ബമ്പറൊക്കെ ഉണ്ട്. ബമ്പർ അടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അവിടെ ഇങ്ങനെ ഇടുന്നത്. എന്തായാലും അടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഭാഗ്യമുണ്ടോ നോക്കാമല്ലോ. അങ്ങനെ എന്താ ഷാഫി പറഞ്ഞു, എന്തായാലും നിങ്ങൾ ചെയിനൊക്കെ സെലക്ട് ചെയ്യാൻ വന്നതല്ലേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് പോകാൻ. അങ്ങനെ ഇതാ നമ്മൾ ഡേ മാർട്ടിൻ്റെ അടുത്തൊരു ചായൻ്റെ ഷോപ്പുണ്ട്. അവിടെ നിന്ന് ചായ കുടിക്കാൻ പോകും. 100 പവൻ കിട്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ള ആലോചനയിലാണ് ഞാൻ. 7 പവൻ നമ്മൾ അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യില്ലേ ഷാഫിയെ? ഒരു മാസം പൈസ 12,000. അപ്പൊ എത്ര ചെയ്യണോ? അങ്ങനെ മൂസിയെ ഒരു 7 പവൻ ഇവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും. പിന്നെ ബാക്കി ടൂർ പോകും. അതാണ് ഞങ്ങള് 70 പവന്റെ ഇൻവെസ്റ്റ് വെച്ചിട്ട് എല്ലാ മാസവും ടൂർ പോകും. അതാണ് വിചാരിക്കുന്നത്. അപ്പൊ 100 പവൻ ഞങ്ങൾക്ക് കിട്ടാൻ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഗൈസ്. ചായ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ചക്ക ഷെയ്ക്കോ? ചക്ക ഷെയ്ക്ക്, ഷമാം ഷെയ്ക്ക്. ഇവിടെ മോരും വെള്ളം ഉണ്ടോ? എനിക്ക് മോരും വെള്ളമൊക്കെ കുടിക്കാൻ നല്ല പഞ്ചത് കാരണം സോഡ സർബത്ത്, മാങ്ങ സർബത്ത്. എന്താ എനിക്ക് മിൽക്ക് സർബത്ത്. ഷാഫിക്കോ? നമുക്ക് ഒരു മിൽക്ക് സർബത്ത് വാങ്ങാം. അതിന്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഒരു കോൾഡ് കോഫി. ഭാസ്കരനെക്കാട്ടും അടിപൊളിയാണെന്ന് നോക്കി പറയുന്നത്. ഇത് തൊണ്ട തന്നെ അടി കുടിച്ചാൽ ക്ലീനാവും. പിന്നെന്താ കുടിക്കൂ? ഭാഷയ്ക്ക് തൊണ്ട വേദന. ഞാൻ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ ആ ബിസിനസ് തുടങ്ങാനുള്ള ചർച്ചയിലായിരിക്കും. നോക്കിപ്പോൾ ചായ കച്ചവടമാണ് തുടങ്ങുന്നത് ഇനി അടുത്തതായിട്ട്. ബ്രെയിൻ ഇപ്പോഴിതാ ഫുൾ ചില്ലിങ് ആണ്. ഇപ്പോൾ കാപ്പാട് പോവുക അല്ലേ? ട്യൂഷൻ ക്ലാസ്സിലെ ടീംസിന്റെ പുറം കാപ്പാട് പോവാണ്. അപ്പോൾ ഓൾ ഇവിടെ തന്നെ നെല്ലിയടി ഫുഡ് കഴിക്കാൻ. നെല്ലിയടി ഫുഡ് കഴിക്കാൻ എന്താ ചായ ഞാൻ ഇരുന്നാലും കുഴപ്പമില്ല. നെല്ലിയാടി ഏതോ ഫുഡ് സ്പോട്ട് ഉണ്ട്. അവിടെ പോയി ഫുഡ് കഴിക്കാനാണ് ഓരോ ലക്ഷ്യം. കൊറേ ടീം ഉണ്ടടി.
അപ്പോൾ എന്നിട്ട് അതിന്റെ റിവ്യൂ കണ്ടിട്ട് നമ്മൾ വീണ്ടും പോകും. ഓള അതിന്റെ റിവ്യൂ പറഞ്ഞാൽ നമ്മൾ അടുത്ത ദിവസം തന്നെ പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ മൂസിപ്പോൾ ഇത് ഇതാക്കാൻ പോവുകയാണ്. എന്ത് ഓളെ ഞാൻ പാടെ ഡ്രോപ്പ് ചെയ്യും. ഓളെ ട്യൂഷൻ ക്ലാസ്സിൽ ഓൾ ടീച്ചറായിട്ടോ, ചിലർക്കറിയല്ലേ ടീച്ചറാണ്. ടീച്ചർ ഗൈസ് ഒരു ആള് വെക്കുന്നുണ്ട് അവിടുന്ന്. ഇതാ മൂസിന്റെ ട്യൂഷൻ ക്ലാസ് എത്തിയിട്ടുണ്ട് ഗൈസ്. മോളിലോട്ട് അല്ല ഇവിടെ നിക്കണ്ടടി, വെറുതെ സ്റ്റെപ്പ് ഇറങ്ങി വരണ്ടേ. ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ടോ ഈ അറ്റത്തേക്കോ ഗൈസ്. മൂസിന്റെ ആതിരനെ കാണാൻ ആതിരനെ പറ്റി എപ്പോഴും പറയലുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഇത് ആതിര. ഹായ് ഡി. ഹായ്. സ്റ്റാഫിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് ചെയിനൊക്കെ എൻ്റെ കയ്യിലാണുള്ളത്. ഞാനിപ്പോൾ അക്ഷയ പോവാണ്. ആധാർ കാർഡ് നമ്പർ ലിങ്ക് അല്ല, പാൻ കാർഡ് എടുക്കാൻ പോയതാണെന്നത് മനസ്സിലായപ്പോൾ പാൻ കാർഡ് ഇപ്പോൾ അത്യാവശ്യമായതുകൊണ്ട് അക്ഷയ പോയി തളർന്നു. ഞാൻ അതൊന്ന് റെഡിയാക്കട്ടെ. അങ്ങനെ അക്ഷയയിലെത്തിയതാണ് ഗൈസ്. എല്ലാവരും ചോറ് തിന്നാൻ പേടിക്കുകയാണ്. അങ്ങനെ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഇതപ്പോൾ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഇനി രാത്രി ചിന്നുവിന് സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ കാണാം, സർപ്രൈസ്ഡ് ആവുന്ന വീഡിയോ കാണാം. ഇവിടെ എല്ലാവർക്കും ചെയിനൊക്കെ കാണിച്ചെടുത്ത് അടിപൊളിയാന്ന് പറഞ്ഞു. നമ്മുടെ സെലക്ഷൻ സൂപ്പറാണ്. നമ്മളിതൊക്കെ വാങ്ങിയെത്തിയത് റയാൻ ഇവിടെ അല്ലായിരുന്നു. റയാനിൻ്റെ തറവാട്ടിൽ പോയി. സ്കൂൾ ലീവല്ലേ, കുട്ടികളെപ്പോഴൊക്കെ കളിക്കാൻ പോയതാണ്. അപ്പം വിളിച്ചിട്ടുണ്ട്, നല്ല കരച്ചിലാന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ പോയി കൂട്ടിക്കൊണ്ടുവരാം. ലെറ്റ്സ് ഗോ. ഇതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ റയാനെ കൂട്ടി വരാം. ഒന്നും കാണുന്നില്ലല്ലോ, ഇതിലായിരിക്കില്ലേ? നല്ല മഴയുണ്ട് ഗായ്സ്. ഇവിടുന്ന് പ്രേതമായി കളിച്ചായിരുന്നു അല്ലേ? ഇതെന്ത് കോല, ഇതെന്താ വെറുപ്പെടുത്ത് ഡ്രസ് എടുപ്പ്. പിന്നീടല്ലോ വാപ്പാന്റെ ഫോണില് ഒരു പെൺകുട്ടീനാക്കി ഞാൻ കണ്ട് കേട്ടോ. കള്ളം പത്രം ഫുള്ള് മഴത്ത് കളിച്ചതാ. ഇതെന്താ ഇതെങ്ങനെ വെള്ളമായി ബേക്കിലൊക്കെ? ബേക്കിൽ അങ്ങനെ വെള്ളം ഇറയോ? ഹലോ, ഇതാ നമ്മൾക്ക് ഇവിടെ കുറെ ഗൈസ് വന്നിട്ടുണ്ട്. ഹായ് ഗൈസ്. എഴുതാൻ വന്നതാണ് അല്ലേ ചോട്ടി? എഴുതി കൊടുത്ത് കുറച്ച് സഹായിക്കാൻ. ഒരാൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാൾ ഒരു സഹായമില്ലാതെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംഭവം കാണിച്ചു തരാം. അങ്ങനെ ഉണ്ടെന്ന് പറയണം. ഓക്കെ കേട്ടല്ലേ? അവിടെ വേറൊരാളുണ്ട്. ചിന്നുവിന്റെ നമ്മൾ ചിന്നുവിന് വാങ്ങിയ ഗോൾഡ് എൻ്റെ കയ്യിലാണല്ലോ. അതിവിടെ അവരൊക്കെ വന്നേരം 2-3 ആൾക്കാരുടെ അഭിപ്രായം കേട്ടാൽ നമുക്കൊരു മനസ്സുഖമാണല്ലോ. അപ്പോൾ അതെങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു നോക്കാം. അവരെന്താ പറയുന്നു നോക്കാം. ഇതെങ്ങനെ ഉണ്ടോന്ന് നോക്കൂ. ഇതെന്റെ ഒരു ഫ്രണ്ടിന് ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കാൻ വാങ്ങിയത്. ഞാൻ വാങ്ങിയല്ലോ കേട്ടോ, അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി വാങ്ങിയത്. ഇത് ഞാനല്ലേ, സർപ്രൈസ് അല്ല, അതുകൊണ്ട് ഇവിടെ വെച്ചു. ഇവർക്ക് ട്രൈ ചെയ്യണം അല്ലേ? ഇത് ഗിഫ്റ്റ് ബോക്സ് ആണ്. പ്രത്യേകം ഞങ്ങൾ ഇതാണോ? ഇതെങ്ങനെയുണ്ട് ഗായ്സ്? എങ്ങനെയുണ്ട്? ഹേ ഗായ്സ്, എങ്ങനെയുണ്ട് നമ്മുടെ ഗിഫ്റ്റ്? ചോട്ടി സൂപ്പർ, കലു സൂപ്പർ. അല്ലടി, ഞാൻ ഒരിക്കലും സ്വന്തം വാങ്ങി കൊടുക്കല്ല. ബോക്സിന്റെ അഭിപ്രായമല്ല, ചേച്ചിന്റെ അഭിപ്രായം പറയൂ. അപ്പോൾ നമ്മളെ വാങ്ങിയ ഗിഫ്റ്റ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ഇഷ്ടപ്പെടേണ്ട ആൾക്ക് ഇഷ്ടപ്പെടുമോ നോക്കാം നമുക്ക്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിട്ട് ബൈ ബൈ.